കാണുന്നത് നിന്റെ കരമല്ലേ, ദൈവത്തിന്റെ വിരലാണ്. എനിക്കറിയാം നിയന്ത്രിപ്പാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചിലരമേൽ വ്യാപരിക്കുന്നുണ്ട്. ഇത് നിന്റെ ജയത്തിന്റെ രാത്രിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ജയത്തിന്റെ രാത്രിയാണ്. ഈ രാത്രി പ്രതികരിക്ക്. സ്വർഗം നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. നിന്റെ കൂടെ അവന്റെ സാന്നിധ്യം സഞ്ചരിക്കും. ഒരഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഇത് നിന്നെ ചെറുതാക്കുന്ന രാത്രിയല്ല, നിന്നെ വലുതാക്കുന്ന രാത്രിയാണ്. നിന്റെ അകത്ത് ഇന്നലെ സൃഷ്ടിച്ചതിനെ ഇന്ന് പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. നാളെ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത പുതിയ ചില വേദികൾ, പുതിയ ശുശ്രൂഷകൾ നിന്റെ മേൽ സ്വർഗം പകരുന്ന രാത്രിയാണ്. മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു വരുവാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സമയത്തിനായി കർത്താവിൻ്റെ സ്തോത്രം. വോയിസ് ഓഫ് പീസ് എന്ന ഈ TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ധാരാളം ഫോൺ കോളുകൾ ഈ ലോകരാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും എന്നെ വിളിക്കുവാനിടയായി തീർന്നു. കഴിയുന്നത്ര കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ബാക്കിയുള്ള കോളുകൾ എൻ്റെ വൈഫ് പ്രയറ്ററുള്ള കുഞ്ഞുങ്ങളൊക്കെ സഹോദരിമാരൊക്കെ അറ്റൻഡ് ചെയ്തു. അവർക്കൊക്കെ വേണ്ടി വളരെ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിച്ചു എന്ന് പറയാനായിട്ട് കർത്താവ് ഒരുക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രോഗ്രാം ഒത്തിരി പേർക്ക് ആശ്വാസമാകുന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ TV പ്രോഗ്രാമിൽ കൂടെ കർത്താവിൻ്റെ വചനം പറയാൻ വേണ്ടി എന്നെ സ്പോൺസർ ചെയ്തൊരു കുടുംബമുണ്ട്. ദോഹയിലുള്ള എൻ്റെ വാത്സല്യ സഹോദരനാണ്. അങ്കിളിനും ആൻറ്റിക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ. ഒരു വാക്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് ദൈവം ഒരു നിയോഗം കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രോഗ്രാം എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു വാക്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എനിക്ക് നൽകിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, ദോഹയിൽ പാർക്കുന്ന ഞങ്ങളുടെ വാത്സല്യ അച്ഛനായി സ്തോത്രം, ഉമ്മാമയ്ക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവ് അവരുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആത്മീയ നിയോഗങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ വചനം എല്ലാവരും കേൾക്കണമെന്നുള്ളൊരു നിയോഗം അവരുടെ അകത്ത് അങ്ങ് പകർന്നു. അങ്ങ് കൊടുത്ത പൈസ, സമ്പത്ത് ദൈവവേലയ്ക്ക് വേണ്ടി വളരെ ഉത്സാഹത്തോടെ സ്പെൻഡ് ചെയ്യുവാൻ കൊടുത്ത നല്ല മനസ്സിനായി സ്തോത്രം. ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് അവരെ 4 പേരെയും അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ദൈവം അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവർക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമാധാനം നൽകി ഇന്ന് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ബൈബിളിനകത്ത് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്തുള്ള ചിന്തകളാണ് ഞാൻ ഈ വോയിസ് ഓഫ് പീസ് എന്ന് പറയുന്ന ഈ TV പ്രോഗ്രാമിൽ കൂടെ സാധാരണ പറയുന്നത്. ഒത്തിരി പേർക്ക് ആശ്വാസം ആകുന്ന വാക്യങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ആ വാക്കുകൾ എടുക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് 121 സങ്കീർത്തനം. 150 സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ 121 സങ്കീർത്തനത്തിൻ്റെ 7ാമത്തെ വാക്യവും 8ാമത്തെ വാക്യവുമാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ബൈബിൾ വാക്യം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അടുത്തത്, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. തീർന്നിട്ടില്ല. അടുത്ത വാക്യം, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്തൊരു ആശ്വാസവും ബലവും ഉറപ്പും ഒക്കെ ഉണ്ടാവും. സ്തോത്രം. അതിങ്ങനെയാണ്: ഒരു ദോഷവും നിനക്ക് ഭവിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഇത് അനുഭവത്തിലാണ്. സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അനുഭവത്തിൽ കൂടെ പറയുന്നതാണ്. ഇതിൻ്റെ ഈ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് ആരോഹണ ഗീതം എന്നാണ്. ആരോഹണ ഗീതം അറിയാവുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ആരോഹണം എന്ന് പറഞ്ഞാൽ കയറി പോവുക,
കയറി പോകുമ്പോൾ യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്ത് ദേവാലയത്തിലേക്ക് ഇസ്രായേൽ മക്കൾ ദേവാലയത്തിലോട്ട് കയറി നടന്ന് കയറി പോകുമ്പോൾ അവർ പാടുന്ന സങ്കീർത്തനമാണ് 121 സങ്കീർത്തനം. സ്തോത്രം. അവർ പറയാണ്, യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. ഞാൻ പറഞ്ഞു, എന്താണ് ഇത്ര ഉറപ്പ് മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളിൽ അവരുടെ ജീവിതാനുഭവത്തിൽ ദൈവം അവരെ സംരക്ഷിച്ചു. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ഒരു ജാതിയാണ് ഇസ്രായേൽ യഹൂദന്മാരെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച, യുദ്ധം അനുഭവിച്ച ഒരു ജനതയാണ് ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ഞാനിത് പറയുമ്പോഴും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ജനതയാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല, യുദ്ധങ്ങളില്ലാഞ്ഞിട്ടല്ല, ഭാരങ്ങൾ അവർക്കെതിരെ വരാഞ്ഞിട്ടല്ല, മരണങ്ങൾ അവർ കാണാത്തത് കൊണ്ടല്ല, പക്ഷേ അവിടുന്നെല്ലാം അവരെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് അവരെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അവരെ സംരക്ഷിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽ നാം ചിന്തിക്കുന്നതാണ്, സംരക്ഷിക്കുന്ന ദൈവം. ഒരു ദോഷവും തട്ടാതെ വണ്ണം, നിന്റെ കുടുംബത്തിൽ ഒരു ദോഷവും തട്ടാതെ വണ്ണം, നിന്റെ തലമുറയിൽ ഒരു ദോഷവും തട്ടാതെ വണ്ണം, നിന്റെ ഹസ്ബൻഡിന് ഒരു ദോഷവും തട്ടാതെ വണ്ണം, നിനക്കൊരു ദോഷവും തട്ടാതെ വണ്ണം, ഹല്ലേലൂയ, നമ്മളെ പരിപാലിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഇന്ന് ആ വിഷയത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഈ ഇസ്രായേൽ മക്കളൊക്കെ പറയാണ്, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. തീർന്നിട്ടില്ല, നിന്റെ ഗമനം, നിന്റെ യാത്രകൾ, നിന്റെ ആഗമനം, നിന്റെ വരവുകൾ ഇന്ന് മുതൽ എന്നേക്ക് പരിപാലിക്കും. ഞാൻ ഈ ഷോർട്ട് ടൈം കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഇതാണ്, സംരക്ഷിക്കുന്ന ഒരു ദൈവം. നാം സംരക്ഷിക്കുന്ന ദൈവമല്ല, പിന്നെ നമ്മെ സംരക്ഷിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ദൈവം, നിന്റെ തലമുറയെ സംരക്ഷിക്കുന്ന ദൈവം. അവൻ ഏത് രാജ്യത്താണെങ്കിലും, നിന്റെ തലമുറ ഏത് രാജ്യത്താണെങ്കിലും, ഏത് ദേശത്താണെങ്കിലും നിന്നെയും നിന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ കാര്യം നിങ്ങളുടെ മുമ്പാകെ നിങ്ങൾക്ക് ഉറപ്പ് വരാൻ ഈ ബൈബിളിൽ നിന്ന് തന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് 2 തെളിവുകൾ നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ ബൈബിളിനകത്ത് ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികൾ എന്ന് അറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ. പണ്ട് കാലത്തിൽ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരിൽ കൂടെ ദൈവം ചെയ്ത കുറേ കാര്യങ്ങൾ വിവരിച്ചു വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികൾ. ഒത്തിരി അത്ഭുതങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് 28 അധ്യായമാണ് അത് ആകെയുള്ളത്. അതിൻ്റെ 28ാമത്തെ അധ്യായം മീൻസ് ആ പുസ്തകത്തിൻ്റെ ലാസ്റ്റത്തെ അധ്യായം 28. അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ്, രക്ഷപ്പെട്ട ശേഷം. ആ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യണം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കുട്ടി ഞങ്ങളെ കൈക്കൊണ്ടു. ആമേൻ. അതിനകത്ത് ഏറ്റവും എംഫസൈസ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്ന വാക്യം ഇതാണ്, രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെട്ട ശേഷം, രക്ഷപ്പെട്ടു. സത്യത്തിൽ ആ ഭാഗം പഠിക്കുമ്പോൾ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. 13-20 തൊട്ട് മുമ്പിലത്തെ അധ്യായം വായിക്കുമ്പോൾ അതിനകത്തുള്ള പ്രയാസങ്ങൾ പറയുന്നുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്ന ആൾ പൗലോസാണ്. ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ. 21 നൂറ്റാണ്ടായിട്ടും പൗലോസിന് സമാനമായൊരു മനുഷ്യനെ കണ്ടെത്താൻ ഇന്നും വരെ പറ്റിയിട്ടില്ല. അന്ന് കൂടാരപ്പണി ചെയ്ത് കിലിക്കിയ, ആസിയ, പെർഗമോസ്, തുയത്തൈര, സർദീസ്, എഫെസോസ്, സ്മുർണ, ബിഥുന്യ, കപ്പദോക്യ, മക്കദോനിയ, അന്നത്തെ ആ രാജ്യങ്ങൾ, സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനാണ് പൗലോസ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യമാണ് ഈ വാക്യം. ഇതിൻ്റെ എന്താണ് നിജസ്ഥിതി, സത്യാവസ്ഥ അറിയണമെങ്കിൽ ആ വാക്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 27ാമത്തെ അധ്യായം പഠിക്കണം. അവിടെ വായിക്കുമ്പോൾ ഇവരെല്ലാം കൂടെ ഒരു യാത്രയിലാണ്. ഏതാണ്ട് 276 പേര് കൂടുന്ന ഒരു സംഘം ഒരു യാത്രയ്ക്ക് പോകുന്നു റോം എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. അവർ പോകുന്നത് കടൽ മാർഗമാണ്. നിങ്ങൾക്കറിയാം, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇന്നത്തെ പോലെ വിമാനയാത്ര അവൈലബിൾ അല്ല, കടലാണ്, കപ്പലാണ് എന്നത് യാത്ര. സ്തോത്രം. ഇവർ 276 പേര് ചേർന്ന് കപ്പലിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായി. അവർക്കുണ്ടായി 1-2 പ്രയാസങ്ങൾ ഞാൻ ശാന്തമായിട്ട് പറയാം. 13ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ്, തെക്കൻ കാറ്റ്, സൗത്ത് വിൻഡ്, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവിടെ നിന്ന് നങ്കൂരം നീക്കി ക്രേത്ത ദ്വീപിന്റെ മര പറ്റി ഓടി. ഇനി അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. 14ാമത്തെ വാക്യം. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് വന്നു. ആദ്യം അടിച്ചൊരു കാറ്റുണ്ട്, അതിൻ്റെ പേര് തെക്കൻ കാറ്റ് എന്നാണ്, സൗത്ത് വിൻഡ്. വളരെ സ്മൂത്തായി വന്നൊരു കാറ്റ്. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അങ്ങനെ സ്മൂത്തായിട്ട് വന്ന കാറ്റ് ഒരു ഈശാനമൂലൻ എന്ന കാറ്റായി. വയലന്റ് വിൻഡ് എന്ന ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. വയലന്റ് ആകുന്ന വിൻഡ് അങ്ങനെ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. സ്തോത്രം. അപ്പം അർത്ഥം തന്നെ വളരെ സ്മൂത്തായിട്ട് വന്നു വയലൻ്റായി മാറിയ ഒരു വലിയ കാറ്റാണ് ഈശാനമൂലൻ. അത് പൗലോസിൻ്റെയും കൂട്ടർക്കും നേരെയുള്ള പടകിലടിച്ചു. നിങ്ങൾക്കറിയാമോ, അതിൻ്റെ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്,
ചരക്കെടുത്ത് പുറത്ത് കളഞ്ഞു, ആഹാരമെടുത്ത് വെളിയിൽ കളഞ്ഞു, ചുക്കാൻ മുറിച്ച് കളഞ്ഞു, തോണി അറുത്ത് കളഞ്ഞു, കപ്പിത്താൻ്റെ കയ്യിൽ നിന്ന് കപ്പൽ കൺട്രോൾ വിട്ടു, നങ്കൂരം മുറിച്ച് കളഞ്ഞു. ഒരു കപ്പലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം അഴിവായി പോയി. സോദരം ചുക്കാൻ മുറിച്ച് കളഞ്ഞു, തോണി അറുത്ത് കളഞ്ഞു, ചരക്കെടുത്ത് പുറത്ത് കളഞ്ഞു, ആഹാരം എടുത്ത് വെളിയിൽ കളഞ്ഞു. ഇനി ഇത് മാത്രമല്ല, ഏറ്റവും സിവിയർ പ്രശ്നം എന്ന് പറഞ്ഞാൽ കപ്പിത്താൻ്റെ കയ്യിൽ നിന്ന് കപ്പലിൽ കൺട്രോൾ പോയി. കപ്പൽ ഇങ്ങനെ പോകുന്നു. കാറ്റ് അവിടെ നിറച്ച കപ്പൽ അങ്ങോട്ട് പോകുന്നു, കാറ്റ് ഇവിടെ നിറച്ച കപ്പൽ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ പോകുകയാണ്. ഇനി ആ യാത്രയുടെ ഗൗരവമായ ഭാഗം മനസ്സിലാക്കണമെങ്കിൽ താഴോട്ടുള്ള വാക്യം വായിച്ചാൽ അറിയാം. 14 ദിവസം മറ്റ് സൂര്യനെ കാണാനില്ല, 14 ദിവസം മറ്റ് ചന്ദ്രനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ എവിടാന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ കറങ്ങുകയാണ്. മനസ്സിലാക്കുന്നുണ്ടോ? 276 പേരുണ്ട്. അവരെല്ലാം നിലവിളിക്കുക, താങ്കളുടെ ദൈവത്തോട് ഇങ്ങനെ നിലവിളിക്കുകയാണ്. പക്ഷേ അങ്ങനെ എല്ലാവരും നിലവിളിക്കുമ്പോൾ നിലവിളിക്കാതൊരു മനുഷ്യൻ ആ പടകിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പൗലോസ്ലീഹ. അദ്ദേഹം നിലവിളിക്കാത്തതിൻ്റെ കാരണം മരണഭയമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹം നിലവിളിക്കാത്തതിൻ്റെ കാരണം അദ്ദേഹം പാർക്കുന്ന മുറിക്കകത്തോട്ട് 14ാമത് രാത്രിയിൽ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ റോമയിൽ കൊണ്ടെത്തിക്കും. സ്തോത്രം. നിന്നെ ഞാൻ റോമയിൽ കൊണ്ടെത്തിക്കും. നിന്നെ മാത്രമല്ല, നിന്റെ കൂടെ ഉള്ളവരെ കൂടെ ഞാൻ നിനക്ക് ദാനം തന്നിരിക്കുന്നു, അവരും നിന്റെ കൂടെ റോമിലേക്ക് വരും. അപ്പം അർത്ഥം തന്നെ അസാധാരണമായ തിരമാല പൊങ്ങി വരുന്നു. കപ്പലിൽ കൺട്രോൾ പോയി, കപ്പലിൻ്റെ പിടിവിട്ടുപോയി, ചരക്കെടുത്ത് പുറത്ത് കളഞ്ഞു, ആഹാരമെടുത്ത് വെളിയിൽ കളഞ്ഞു, ചുക്കാനെടുത്ത് മുറിച്ച് കളഞ്ഞു, തോണി മുറിച്ച് കളഞ്ഞു. സൂര്യനെ കാണാനില്ല, ചന്ദ്രനെ കാണാനില്ല. 14 ദിവസം അദ്രിയ കടലിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്നു, നീ വ്യാകുലപ്പെടേണ്ട, നിന്നെ ഞാൻ റോമിൽ കൊണ്ടുപോകും. അതാൽ ഇന്നത്തെ പ്രയാസം കൊണ്ട് നീ മുടിഞ്ഞു പോകുമെന്ന് ചിന്തിക്കേണ്ട. ഇന്നത്തെ അവസ്ഥ നിനക്ക് വിരോധമാണ്, ഇതിൽ നീ തീർന്നു പോകുമെന്ന് ചിന്തിക്കേണ്ട. നിന്നെ ഉയർത്തുന്ന സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അസാധാരണമായ ഭാരത്തിൽ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയമുള്ളവരുണ്ട്. ഏമേൻ. സ്വന്തം കാര്യം ഓർത്തും രോഗത്തിൻ്റെ അവസ്ഥകൾ ഓർത്തും പുറത്തു പോകാൻ കഴിയാതെ കുടുംബത്തിനകത്ത് തന്നെ കറങ്ങി വ്യാകുലപ്പെട്ട് കഴിയുന്ന പലർ ഇതിനകത്തുണ്ട്. എൻ്റെ ഭാവി എന്താകുമെന്ന് ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. എൻ്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഞാൻ മുമ്പോട്ട് പോയാൽ എൻ്റെ ഗതി എന്താകും? എനിക്കൊരു മുന്നേറ്റം ഉണ്ടാകുമോ? ഇതുകൊണ്ട് ഞാൻ തീർന്നു പോകുമോ? ഇവിടെ നിന്ന് കരകയറ്റാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലയോ എന്നൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ സംസാരിക്കുന്നു. നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. നീ ഇരിക്കുന്ന നിന്റെ കുടുസമുറിയിൽ നിന്ന് നിന്നെ ഉദ്ധരിക്കുന്ന, നീ ഇരിക്കുന്ന രോഗക്കിടക്കയിൽ നിന്ന് നിന്നെ ഉദ്ധരിക്കുന്ന, നീ ഇരിക്കുന്ന വീൽ ചെയറിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കരുത്തുള്ള, ആ സ്ട്രക്ചറിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കരുത്തുള്ള, സംരക്ഷിപ്പാൻ കരുത്തനായ ഒരു ദൈവം ഇന്ന് പകലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞിടയ്ക്ക് എന്നെ ഒരു സഹോദരി ഫോൺ ചെയ്തു. ഈ വീക്ക് പ്രോഗ്രാമിൽ കൂടെ ഞാൻ അവസാനം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച ഒരു സാധാരണ സ്ത്രീ, അവർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് സാക്ഷ്യം പറഞ്ഞു. ഓപ്പറേഷന് വേണ്ടി വിധിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 110 കിലോ ഉണ്ട്. വലിയ പ്രയാസമായിട്ട് ഓപ്പറേഷനോട് വിധിക്കപ്പെട്ട് വളരെ ഭാരം അനുഭവിച്ച്, ക്രൈസിസ് അനുഭവിച്ച്, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഒരു സഹോദരി ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആ പ്രാർത്ഥന ദൈവം തമ്മിൽ കേട്ടിട്ടോ ആ സ്ത്രീയെ ദൈവം സൗഖ്യമാക്കി. ഓപ്പറേഷൻ കൂടാതെ ആരോഗ്യവതിയായി നടക്കാൻ കർത്താവ് ക്രമീകരണം ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എനിക്കിത് പറയുമ്പോൾ ഭയങ്കര ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ പകരുക. കാരണം സംരക്ഷിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അനേകരെ സംരക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത, വിശ്വസിക്കുന്നവനെ ചതിക്കാത്ത, വിശ്വസിക്കുന്നവനെ ഒറ്റപ്പെടുത്താത്ത, വിശ്വസിക്കുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നല്ല ദൈവമുണ്ട്. യേശു എന്നാണ് പേര്. ഹല്ലേലൂയ. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും, ഏത് അവസ്ഥയിൽ പാർക്കുന്ന ആളാണെങ്കിലും, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഇന്ന് ഈ TV-യിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിന് ഇന്നും ഒരു കുറവ് വന്നിട്ടില്ല. ജീവിക്കുന്നവനായ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഏതൊരാളെയും പരിപാലിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ അസാധാരണമായ ക്രൈസിസും പ്രയാസങ്ങളും പൗലോസിൻ്റെ പടകിലേക്ക് വന്നു. ഈ തെക്കൻ സൗത്ത് വിൻഡ് എന്ന് പറയുന്നത് വയലന്റ് വിൻഡായിട്ട് മാറി. ഇനി 20ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ്. വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടും ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. രക്ഷപ്പെടുമത്തുള്ളൂ, ആശയൊക്കെയും അറ്റുപോയി എന്ന് പൗലോസ് പറയുന്നുണ്ട്. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി എന്ന് പൗലോസ് പറയുന്നുണ്ട്. കാരണം അതൊക്കെ മനസ്സിലായി ഇത് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. അതുപോലെ പ്രയാസങ്ങളെ കയറി വരുന്നത് നിങ്ങൾക്കറിയാമോ? ഇനി അടുത്തടുത്ത ഭാഗം പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇരുകടൽ ആ ഭാഗത്തിലുണ്ട്. ഞാൻ എടുത്ത് വായിക്കുന്നില്ല.
നടുക്കടൽ കൂടിയൊരു സ്ഥലത്തേക്ക് കപ്പൽ ചെന്നു. കപ്പൽ അടി ഒന്ന് ഉറച്ചു. അമരം തിരയുടെ കേമത്താൽ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ 2 തിരമാല അവിടുന്ന് വന്നു, ഒരെണ്ണം ഇവിടുന്ന് വന്നു. അടിച്ച് ഈ പടക് തകർന്നു. പകുതി കപ്പൽ അപ്പുറത്തും പകുതി കപ്പൽ ഇപ്പുറത്തും. 276 പേരെയും കൊണ്ടുപോയി ഒരു ബോട്ട് 2 കടലിൽ തകർന്നു പോയെന്ന് ഈ ബൈബിൾ പറയുന്നു. നിങ്ങൾക്കറിയാമല്ലോ, കടലിൽ ഒരു വാഹനം മറിഞ്ഞാൽ മരണം ഉറപ്പാണ്. പക്ഷേ 276 പേര് പോയ, ഏകദേശം 20 ഇത്രയും പേര് പോയ ഈ കപ്പലിൽ 2 കടലിലോട്ട് ഇവർ മറിഞ്ഞു വീണപ്പോഴും സ്തോത്രം ഇതിനകത്ത് ഒരാൾ പോലും മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം എന്നാ? ദൂതൻ വന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിന്റെ കൂടെയുള്ളവരെ കൂടെ ഞാൻ നിനക്ക് ദാനം തന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അടുത്ത ഭാഗം പഠിക്കുമ്പോൾ പട്ടാളക്കാർ മൊത്തം ഇവരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊരു കുറ്റവാളി ഗ്രൂപ്പാണ്. ഇവർ റോമിലോട്ട് കൊണ്ടുപോകാണ്. പട്ടാളക്കാർ വെടിവെക്കാൻ തീരുമാനിച്ചു, വെടിവെച്ചില്ല. അപ്പം നോക്കൂ, തെക്കൻ കാറ്റ് വന്നു, ഈശാനമൂലം കാറ്റ് വന്നു, വല്ലാത്ത കാറ്റ് വന്നു, കപ്പൽ തകർന്നു. വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു. മെലിത്ത എന്ന ദ്വീപിലെത്തുമ്പോൾ ഒരു പാമ്പ്, അവിടുത്തെ പാമ്പ് പൗലോസിന്റെ കൈക്ക് ചുറ്റുന്ന ഭാഗം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പ്രതികൂലങ്ങൾ ഒന്നല്ല, പ്രശ്നങ്ങൾ ഒന്നല്ല, തകർച്ചകൾ വന്നത് ഒന്നല്ല. ഹല്ലേലൂയ. അവർക്കൊരിക്കലും കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത പ്രകൃതി ശക്തികൾ പോലും ഇവർക്കെതിരെ അസാധാരണമായ നിലയിൽ നിലകൊണ്ടെങ്കിലും 78-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ, ഈ സമയത്ത് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഇതാണ്. നിന്റെ ഏത് അവസ്ഥയിലും നിന്നെ ഉദ്ധരിക്കുവാൻ, നിന്റെ ഏത് അവസ്ഥയിലും നിന്നെ സംരക്ഷിക്കുവാൻ, നിന്റെ തകർച്ചയിൽ നിന്നെ പരിപാലിക്കാൻ കരുത്തുള്ള കരുത്തനായ ഒരു ദൈവം ഇന്ന് പകൽ ജീവിക്കുന്നുണ്ട്. മുട്ടുമടക്കി അവനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? മുട്ടുമടക്കി ദൈവത്തോടൊന്ന് അപേക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മളെ ഉയർത്തുവാനും മാനിക്കുവാനും അവൻ വിശ്വസ്തനാണ്. ഒന്നെല്ലാം നിരവധി എക്സാമ്പിളുകൾ ഈ ബൈബിളിനകത്തുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പാകെ 1-2 എണ്ണം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഈ എക്സാമ്പിളൊക്കെ പറയുന്നത് നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കണം, നിങ്ങളുടെ അകത്തുള്ള നിരാശ മാറണം. വചനം കേൾവി, വിശ്വാസം കേൾവിയാൽ ഉണ്ടാകുന്നു. കേൾവി, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള ഭാരമൊക്കെ ഒന്ന് മാറി വിശ്വാസം ക്രിയേറ്റ് ചെയ്യപ്പെടും, വിശ്വാസം വർദ്ധിക്കപ്പെടും. അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമായിട്ട് മാറും. സ്തോത്രം. ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങളുടെ മുമ്പാകെ പറയാം. അതും ഈ ബൈബിളിനകത്ത് തന്നെയാണ്. ദാനിയേൽ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ഈ ബൈബിളിനകത്തുണ്ട്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന പുസ്തകം തന്നെ ദാനിയേൽ എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. അതിൻ്റെ 6-ാം അധ്യായം, 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. വാക്യം 20. ഗുഹയുടെ അരികിലെത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ, ഈ അവനെന്ന് പറയുന്നത് ദാരിയാവേശം എന്നറിയപ്പെടുന്ന ആ രാജ്യത്തെ രാജാവാണ്, ബാബേൽ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവാണ്. ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. എന്നിട്ട് രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നിങ്ങൾ കേൾക്കൂ, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് രാജാവ്. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന കുറച്ച് ജനത്തെ BC 606 നെബുക്കദ്നേസർ എന്ന് പറയുന്ന രാജാവ് വന്നിട്ട് പ്രവാസത്തിൽ കൊണ്ടുപോയി, അവരെ പിടിച്ചുകൊണ്ട് പോയി. അതിൽ 3-4 നല്ല ആൾക്കാരുണ്ടായിരുന്നു, 3-4 ഒത്തിരി പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ല മനോഹരമായ 3-4 പേരുടെ പേര് ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ എന്നുള്ളതാണ്. ഈ ദാനിയേലിന്റെ പ്രത്യേകതയായിട്ട് ബൈബിൾ പറയുന്നത്, ഏത് ദിവസത്തിലും ഏത് പ്രതിസന്ധിയിലും അദ്ദേഹം 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. അതുകൊണ്ട് ദൈവം അയാളെ അനുഗ്രഹിച്ചു. അപ്പോൾ അയാളെ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് അവിടുത്തെ മറ്റുള്ളവർക്ക് അയാളുടെ ഭയങ്കര അസൂയായി. ഇയാൾക്കെതിരെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തു. പക്ഷേ ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം അവർ കണ്ടെത്തിയ കുറ്റം ഇതാണ്, ഇയാൾ 3 നേരം യഹോവയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പലർക്കും പ്രാർത്ഥന ഒരു കുറ്റമായിട്ട് തന്നെ തോന്നാറുണ്ട്. എന്നെ വിളിക്കുന്ന ചില സഹോദരിമാർ പറയുന്നുണ്ട്, പാസ്റ്ററെ എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരമില്ല, എൻ്റെ ഭർത്താവിനെ ശാസിക്കുന്നു, ഭർത്താവിനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒത്തിരി കോളുകൾ എനിക്ക് വരാറുണ്ട്. ചിലർക്ക് പ്രാർത്ഥന പ്രയാസമാണെങ്കിലും ചിലർക്ക് പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ്. ഇവിടെ ദാനിയേൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്കെതിരെ അവർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇനി അടുത്ത 1 മാസത്തേക്ക് രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ തിരുമേനി അനുവദിക്കരുത് എന്നൊരു കൽപ്പന പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞു. അത് ദാനിയേലിനെ കൊടുക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. എന്തായാലും അന്നത്തെ രാജാവ് അത് ചെയ്തു. ദാനിയേൽ അത് മൈൻഡ് ചെയ്തില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏത് പ്രതിസന്ധിയിലും ഒരു ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരിക്കും. ദാനിയേൽ ചെന്ന് ദൈവത്തോട് 3 നേരം പ്രാർത്ഥിച്ചു. ദാനിയേലിന്റെ പ്രാർത്ഥന അവർ കണ്ടു. അതിനുശേഷം അവർ ചെന്ന് കംപ്ലൈന്റ് കൊടുത്തു, രാജാവേ, രാജാവിനോടല്ല പ്രാർത്ഥിക്കുന്നത്, ദാനിയേല് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് കേട്ടപ്പോൾ രാജാവിന് വിഷമം തോന്നി. എങ്കിലും രാജാവ് കൊടുത്ത കൽപ്പന ഇങ്ങനെയായിരുന്നു, അങ്ങനെ രാജാവിനോട് പ്രാർത്ഥിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളയുമെന്നായിരുന്നു രാജാവിന്റെ കൽപ്പന.
രാജാവിൻ്റെ കൽപ്പന പ്രകാരം ദാനിയേലിനെ കൊണ്ട് സിംഹത്തിൻ്റെ കുഴിയിൽ ഇടേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്കറിയാമോ, ഇടുന്ന വിഷയത്തിൽ ദാര്യാവേശ രാജാവിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇയാൾ ഭക്തനായൊരു മനുഷ്യനാണെന്ന് ദാര്യാവേശന് അറിയാം. ഇദ്ദേഹം ഒരു പ്രാർത്ഥനാക്കാരനാണെന്ന് രാജാവിനറിയാം. ഈ ദാനിയേൽ ദൈവഭക്തനാണെന്ന് രാജാവിനറിയാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കൊണ്ടിടാൻ രാജാവ് പ്രയാസപ്പെട്ടു. എങ്കിലും തൻ്റെ ആണ, രാജമോതിരം കൊണ്ടിട്ടിരിക്കുന്ന ആണ, അത് അങ്ങനെ ആയതുകൊണ്ട് ഇട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ 6-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ ദാനിയേൽ എന്ന് പറയുന്ന ആളിനെ സിംഹങ്ങൾ പാർക്കുന്ന സിംഹത്തിന്റെ കുഴിയിൽ കൊണ്ടിട്ടു എന്ന് ഈ സത്യവേദ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോട്ട് ഒരു മനുഷ്യനെ കൊണ്ടിട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് സിംഹം അയാളെ കീറി പറിച്ചു കളയും എന്നതിന് ഒരു സംശയമില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഹിംസ്രജീവികളാണ്, നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ ഒരു രാത്രി മുഴുവൻ സിംഹങ്ങൾ പാർക്കുന്ന ഗുഹയ്ക്കകത്ത് ദാനിയേൽ പാർത്തിരുന്നു എന്ന് ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിന്റെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് സത്യവേദ പുസ്തകം എന്നാണ്. അപ്പൊ ഇത് സംഭവിച്ച കാര്യമാണ്. ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ ഒരു രാത്രിയിൽ കിടന്നു. നേരം എടുത്തപ്പോ ആ ഗുഹയുടെ അരികിലേക്ക് ചെന്നിട്ട് രാജാവ് ദാനിയേലിനോട് ചോദിച്ച ചോദ്യമാണ് നമ്മളിപ്പോ വായിച്ച ചോദ്യം. 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം എന്താണെന്നറിയാമോ? ഗുഹയുടെ അരികിലെത്തിയപ്പോൾ രാജാവ് ദുഃഖസ്വരത്തോടെ ദാനിയേലെ എന്ന് വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളുടെ കയ്യിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ? സ്തോത്രം, സ്തോത്രം. കാരണം രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. സിംഹങ്ങളുടെ നടുവിലല്ലേ വീണക്കുന്നത്? സാധ്യത കുറവാണ്. ഇദ്ദേഹം അവിടെ അകത്തുണ്ടെന്നൊരു വിശ്വാസം പോലും രാജാവിനില്ല. ദുഃഖസ്വരത്തോടുകൂടിയാണ് രാജാവിൻ്റെ വിളി. പക്ഷേ അടുത്ത വാക്യം രാജാവിന് പോലും ഞെട്ടലുളവാക്കി. 21-ാമത്തെ വാക്യം, ദാനിയേൽ രാജാവിനോട്, ഗുഹയുടെ അകത്ത് നിന്ന രാജാവ് ദീർഘായുസായിരിക്കട്ടെ. അടുത്തത്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെന്റ്, ദാനിയേൽ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ ഈ ഗുഹയ്ക്കകത്തോട്ട് പോകുന്നതിന് മുമ്പേ സിംഹങ്ങൾ തനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദൂതനെ ആ ഗുഹയ്ക്കകത്തോട്ട് അയച്ചിട്ട് സിംഹങ്ങളുടെ വായെ അടച്ചു. ഒരു രാത്രി മുഴുവൻ ദാനിയേൽ ആ സിംഹത്തിൻ്റെ കൂട്ടിൽ കിടന്നു. പക്ഷേ ദാനിയേലിനെ തൊട്ടു നോക്കാൻ ദൈവം അവകളെ അനുവദിച്ചില്ല. അവിടെ പറയുന്നു, സിംഹങ്ങൾ എനിക്കൊരു ദോഷവും വരുത്തിയിട്ടില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഇന്ന് പകൽ ഈ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, യേശുവിൻ്റെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ പറയുകയാണ്, ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരെ, ക്രിസ്തുവിനെ സേവിക്കുന്നവരെ, അവനെ ആരാധിക്കുന്നവരെ പരിപാലിക്കുന്ന ഒരു തമ്പുരാനുണ്ട്, സംരക്ഷിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ ഇന്ന് പകൽ നന്ദിയോടെ യാണ്. വചനം വായിക്കുമ്പോൾ അങ്ങനെ പറയുന്ന ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ യഹോവ പരിപാലിക്കുക. തീർന്നിട്ടില്ല. 91-ാമത്തെ സങ്കീർത്തനമുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സ്തോത്രം. അത് ഏറ്റവും ആശ്വാസം നൽകുന്ന, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആശ്വാസവും പ്രത്യാശ നൽകുന്ന വാക്യമാണ് 91-ാം സങ്കീർത്തനം. അതിനകത്ത് അവിടെ പറയുന്ന 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ നിഴലിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയമാകുന്നു. അതുകൊണ്ട് എന്താ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അടുത്ത നിങ്ങൾ കേട്ടു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഇത് ഒരു പ്രോമിസ് വേർഡായിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കില്ല. ബാധയെടുക്കാത്ത കൂടാരമായി, ദോഷങ്ങൾ അടുക്കാത്തൊരു കൂടാരമായി, തകർച്ചകൾ കയറി വരാത്തൊരു കൂടാരമായി നിന്റെ കുടുംബത്തെ സംരക്ഷിപ്പാൻ എൻ്റെ കർത്താവ് ഇന്നും തയ്യാറാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഒത്തിരി തെളിവുകൾ ഇതിനകത്തുണ്ട്. ആ ദാനിയേലിൻ്റെ പുസ്തകം തന്നെ പഠിക്കുമ്പോൾ അതിനകത്തുണ്ട്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 പേരെ സത്യദൈവത്തെ ആരാധിച്ചില്ല എന്ന കാരണത്താൽ വലിയ തീജ്വാലയ്ക്കകത്ത് കൊണ്ടിട്ടു എന്ന ഭാഗം ഈ ബൈബിളിനകത്തുണ്ട്. നിങ്ങൾക്കറിയാമോ, തീയിൽ കൂടി അവർ കടന്നെങ്കിലും തീ അവരെ ദഹിപ്പിച്ചില്ല, തീ അവരെ
അവരെ ദഹിപ്പിച്ചില്ല, ഇതിനകത്തുള്ള കാര്യമാണ്, ദഹിപ്പിച്ചിട്ടില്ല. ശൃംഖങ്ങൾ അവരെ കൊന്നില്ല. ഈശാന മൂലം കാറ്റ് പൗലോസിന്റെ പടകിനെ തകർത്തില്ല. വല്ലാത്ത കാറ്റ് പൗലോസിന്റെ പടകിനെ മുക്കിക്കളഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. മെലിത്തയിലെ പാമ്പ് പൗലോസിന്റെ കയ്യിൽ ചുറ്റിയെങ്കിലും പൗലോസിനെ കൊന്നു കളഞ്ഞില്ല. പട്ടാളക്കാർ വെടിവെച്ച് കൊന്നില്ല. പൗലോസിന്റെ പടക് തകർന്നെങ്കിലും പൗലോസിനെ ദൈവം തമ്മിൽ രക്ഷപ്പെടുത്തി. ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റ്, അസാധാരണമായ പ്രശ്നങ്ങൾ, അസാധാരണമായ ഭാരങ്ങൾ, അസാധാരണമായ നിരാശകൾ, വേദനകളൊക്കെ നിന്റെ ലൈഫിനകത്തുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ ഫോളോ ചെയ്യൂ, ക്രിസ്തുവിൽ നീ ആശ്രയിക്കൂ, ദൈവത്തോട് പ്രാർത്ഥിക്കൂ. തീർച്ചയായും നിന്നെ സംരക്ഷിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. ഞാനിത് ഡിക്ലെയർ ചെയ്യുന്നു, ഞാനിത് പരസ്യമായി പറയുന്നു. നിങ്ങളെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. അതിൽ വിശ്വസിക്കൂ, അതിൽ ആശ്രയിക്കൂ. ഭാരങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ക്രിസ്തുവിൽ വിശ്വസിക്കൂ. അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. മനസ്സിലാകുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുമടയ്ക്കൂ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ ആ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ രണ്ട് കരവും ഒന്ന് ചേർത്ത് പിടിക്കൂ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ രണ്ട് കരവും ഒന്ന് ചേർത്ത് പിടിക്കൂ. അതല്ല, അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരം നിങ്ങൾ ചേർത്ത് പിടിക്കൂ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ഈ മെസ്സേജ് കേട്ട് ഇരിക്കുന്ന ഈ വാത്സല്യമുള്ളവരെ ഞാൻ തൃക്കരത്തിലേക്ക് ഇന്ന് പകൽ സമർപ്പിക്കുന്നു. ഒത്തിരി വ്യാകുലതകൾ, ഒത്തിരി ഭാരങ്ങൾ, ഒത്തിരി വേദനകൾ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കരുതുന്ന ദൈവത്തിൻ്റെ, സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യകരം ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനായി നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരണം എന്ന യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ. ദിവ്യ സമാധാനത്താലും ദിവ്യ കരുതലിനാലും ദൈവം അവരെ നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാധയെടുക്കാത്ത കൂടാരമായി, ദോഷമെടുക്കാത്ത കൂടാരമായി ഗമനാഗമനങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണം എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, 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 യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വിളിക്കുന്ന കോളുകളൊക്കെ മാക്സിമം ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്ന കോളുകളൊക്കെ എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥന റിക്വസ്റ്റുകൾ മാത്രമല്ല, കിട്ടുന്ന മറുപടി കൂടെ ഒന്ന് എഴുതി അറിയിച്ചാൽ ഞങ്ങൾക്കും അതൊരു സന്തോഷമായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.